ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വളാഞ്ചേരി ബൈപ്പാസിലാണ്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് പാലം വരുന്നത് വളാഞ്ചേരി ബൈപ്പാസിലാണ്. വട്ടപ്പാറ മുകളിൽ നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അലൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമാണ്, ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താണ്. റീറ്റെയിനിങ് വാളിൻ്റെ വർക്കും അതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് നിലവിലെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു, ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ പാറയൊക്കെ ഉണ്ടായിരുന്നു, ആ പാറയൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഇപ്പോഴും മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവിടുന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ വർക്കുകൾ പിന്നെയും നടക്കുന്നുണ്ട്. ഇവിടെ ഓരോ ലെയറായിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ബൈപ്പാസിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തായിരുന്നു വർക്ക് നടന്നിരുന്നത്. ഇപ്പോൾ അതാ രണ്ടാം ഘട്ടമായി ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു, ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഇത് മസ്ജിദിൻ്റെ മറുഭാഗമാണ്. അപ്പം നേരെ മസ്ജിദിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയായിരുന്നു ആദ്യം വർക്കുകൾ നടന്നിരുന്നത്. ഇപ്പം നിലവിലെ റോഡിനോട് ചേർന്നിട്ട് തന്നെ കേട്ടോ ഈ കുന്ന് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്തുള്ള മസ്ജിദ്. മസ്ജിദിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം ഈ ഭാഗത്തു കൂടെയാണ് വർക്ക് നടന്നിരുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വലിയ കുന്നായിരുന്നു, ആ കുന്നൊക്കെ ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അവിടെ ഉണ്ടായിരുന്ന പാറയൊക്കെ പൊട്ടിച്ചിട്ടായിരുന്നു അതിൽ കൂടെ വർക്കുകൾ നടന്നിരുന്നത്. ഇപ്പം മറുഭാഗമാണ് ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തൊന്നും ഇവിടെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്നാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വയഡക്റ്റ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ പീറിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ പിന്നീട് റോഡിനോടനുബന്ധിച്ചിട്ട് ഇവിടെ മണ്ണിട്ട് ലെവലാക്കിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വയഡക്റ്റ് പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത്. ഇനി മറുഭാഗത്തെ പീറ് വരുന്നത് നിലവിലെ റോഡിലാണ്. അതിനോടനുബന്ധിച്ചിട്ട് ഗതാഗതം തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് ടാറിംഗ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പാറയൊക്കെ ഉണ്ടായിരുന്നു, ആ പാറയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ വേഗതയിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ. പിന്നീട് ഇവിടുന്ന് നേരെ പാടങ്ങൾ കൂടിയാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. വട്ടപ്പാറ മുകളിൽ നിന്നും ആരംഭിക്കുന്ന വളാഞ്ചേരി ബൈപ്പാസ് പിന്നീട് അവസാനിക്കുന്നത് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഊനിയൽ പാലത്തിൻ്റെ അവിടെയാണ്. 4 കിലോമീറ്ററാണ് വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത്. അതിൽ 2 കിലോമീറ്റർ വയഡക്റ്റ് ബ്രിഡ്ജാണ്. ഇപ്പോൾ ഇവിടെ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗാട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന പീറുകൾ വളരെ ഹൈറ്റിലാണ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് വരെ 2 പീറുകളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റോഡിലേക്ക് വരുന്ന ഭാഗത്ത് മാത്രമേ ഒരു പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ റോഡിൽ രണ്ടാമത്തെ ഭാഗത്തുള്ള എന്ന് വെച്ചാൽ 2 തൂണുകളിലായിട്ടാണ് ഈ വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. ഇപ്പോൾ രണ്ടാം ഭാഗമായിട്ടുള്ള പീറിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുന്നത്. അപ്പം ഒരു സൈഡിലേക്കുള്ള ഗതാഗതം ഈ പീറിൻ്റെ മറുഭാഗത്ത് കൂടെയാണ് കടത്തിവിടുക. എന്തായാലും വളരെ വേഗതയിലാണ് വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിരിക്കട്ടെ റോഡിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് പീറിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കി, എന്താ ഫിനിഷിങ്! നല്ല ഇങ്ങനെ വരിയായിട്ടാണ് പീറുകൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. വയഡക്റ്റ് പാലത്തിൻ്റെ നോക്കിയേ, അത്രയും വൃത്തിയിലാണ് വർക്കുകൾ നടന്നിരിക്കുന്നത്. നോക്കിയാൽ വയഡക്റ്റ് പാലത്തിൻ്റെ തൂണുകൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ വയഡക്റ്റ് പാലത്തിന് ഒരു വളവില്ലേ എന്ന്. ഈ വളവുണ്ടെങ്കിലും പക്ഷെ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വളവുകൾ അറിയുകയില്ല. അപ്പോൾ ഏകദേശം ഇവിടം വരെ ശരി 18ാമത്തെ പീറിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ. അതുപോലെ തന്നെ ഇവിടൊക്കെ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലേകദേശം ഭൂരിഭാഗം ഭാഗങ്ങളിലൊക്കെ കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുമുണ്ട്. ഇനി വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട നിങ്ങൾ ക്രാഷ് ബാരിയറിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെയും വർക്ക് നടക്കാനുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ണെടുക്കുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങൾ, ആ കുന്നിൻ്റെ അവിടെ നിന്നാണ് പിന്നീട് ഈ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ.
ഇപ്പോൾ നമ്മൾ മലപ്പുറം റീച്ചിൽ ഇതുവരെ ഏറ്റവും ഒരു പാലത്തിൻ്റെയും മുകൾ ഭാഗത്തുള്ള ടാറിംഗ് വർക്ക് കണ്ടിട്ടില്ല. എന്തായാലും ഈ അടുത്ത് തന്നെ മിക്കവാറും കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ടാറിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞതാണ്. ഇവിടം വരെയാണ് 2 കിലോമീറ്ററും വരുന്ന വയഡക്റ്റ് പാലം വരുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഒരു 6 വരി പാലം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ചെറിയ തോടുണ്ട്, ആ തോടിന് കുറുകെയാണ്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഒന്നും കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. പിന്നീട് ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അതുപോലത്തെ ഇവിടെയൊക്കെ റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് നടക്കേണ്ടതാണ്. ഇതുവരെയായിട്ടും കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല. പിന്നീട് കാട്ടിപ്പരുത്തി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു 6 വരി പാലം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ചെറിയൊരു തോടുണ്ട്, ആ തോടിന് കുറുകെ. അതിനോടനുബന്ധിച്ച് 2 ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നീട് ഒരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയൽ പാലത്തിൻ്റെ അവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗണിൽ നിന്ന് നമ്മൾ നേരെ മുക്കിലപ്പിടിയ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഒനിയൽ പാലം വരുന്നത്. അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറുകെ കൾവെട്ട് നിർമ്മാണം നടന്നിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒനിയൽ പാലത്തിൽ വരുന്ന അണ്ടർപാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് അണ്ടർപാസിൻ്റെ അവിടെ WMMൻ്റെ വർക്കാണ് നടന്നിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് ഒരു സൈഡിൽ ഫുള്ളായിട്ട് റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞാണ്. അപ്പം വളാഞ്ചേരി ഭാഗത്തുനിന്ന് പാണ്ഡികശാലയ്ക്ക് പോകുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയായിരുന്നു അതിൽ കൂടെ കടന്നു പോയിരുന്നത്. ഇപ്പോൾ മറുഭാഗത്തുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാണ്ഡികശാല ഭാഗത്തുള്ള വാഹനങ്ങൾ പൂർണ്ണമായിട്ട് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡ് കൂടെ കടന്നിട്ട് ഈ അണ്ടർപാസ് മുഖാന്തരമാണ് പിന്നീട് വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.